യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യം. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. ഈശോ പെസഹ തിരുനാളിനോട് അനുബന്ധിച്ച് ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. പക്ഷേ ദേവാലയത്തിൽ ഈശോയെ കാത്തിരുന്ന കാഴ്ച കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയമാറ്റക്കാരെയും ഒക്കെയാണ്. അതായത് ദേവാലയം മുഴുവൻ ഒരു കച്ചവട സ്ഥലമാക്കി മാറ്റി. ആ സമയത്ത് ഈശോ ചെയ്ത ഒരു കാര്യം, അവനൊരു ചമ്മട്ടി ഉണ്ടാക്കി അവരെ എല്ലാവരെയും ആളുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിച്ചു, മേശകൾ തട്ടിമറിച്ചു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവരെ എടുത്തുകൊണ്ടു പോകാൻ അവൻ കൽപ്പിച്ചു. ഈ തീഷ്ണത കാണുമ്പോൾ, മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഇതൊരു കോപാവേശമായി നമ്മൾ തിരിച്ചേക്കാം. പക്ഷെ ഇതൊരിക്കലും മാനുഷികമായ ഒരു കോപ പ്രകടനമല്ല. കാരണം ബൈബിളിൽ ഒരിക്കലും എവിടെയും ഈശോ ആരെയും ചമ്മട്ടിയെടുത്ത് അടിക്കുന്നതായി കാണുന്നില്ല. ഇതൊരു പ്രതീകാത്മകമായ പ്രവൃത്തിയാണ്. ഒരു നന്മ നടക്കാനായി തീഷ്ണത കൊണ്ട് ഈശോ ഒരു പ്രതീകാത്മകമായി പ്രവർത്തിച്ചതാണ്. ശക്തമായ ഒരു പ്രതീകമാണ് ചമ്മട്ടിയിലൂടെ ഈശോ കാണിച്ചു തന്നത്. കാരണം ദേവാലയത്തിൽ മുഴുവൻ അനീതിയാണ്. മനുഷ്യർ 3 തരത്തിലുള്ള ആളുകളുണ്ട്. ഏറ്റവും സമ്പന്നരായ ആളുകൾ, അവർക്ക് ഇഷ്ടംപോലെ കാശുള്ളത് കൊണ്ട് അവർ ദേവാലയത്തിൽ കാളകളെയാണ് സമർപ്പിച്ചത്. രണ്ടാമതായി ഏതാണ്ട് സാധാരണക്കാരായ മനുഷ്യർ, അവർ ആടുകളെ സമർപ്പിച്ചു. ഇനി അതിനും നിവൃത്തിയില്ലാത്തവർ, ഏറ്റവും താഴത്തിലുള്ളവർ, അവർ പ്രാവുകളെ സമർപ്പിച്ചു. ഇങ്ങനെ 3 തരത്തിലുള്ള കാറ്റഗറി നമുക്കിവിടെ കാണാം. മനുഷ്യന്റെ ഒരു തെറ്റിദ്ധാരണ കൂടെ ഇവിടെയുണ്ട്. കാരണം താൻ വലിയ സമ്മാനം ദൈവത്തിന് കൊടുത്താൽ തനിക്ക് കൂടുതൽ ദൈവപ്രീതി കിട്ടുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ, അതായത് ദൈവ ആരാധനയെ പോലും ഒരു വാണിജ്യവൽക്കരിക്കുന്ന ഒരു പരിപാടി ഇവിടെ ഈ ദേവാലയത്തിൽ അങ്ങനെ നടമാടിയത് ഈശോ കണ്ടു. അപ്പോഴാണ് ഈശോ ചമ്മട്ടി എടുത്ത് അവരെ എല്ലാം പുറത്താക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രാവ് വിൽപ്പനക്കാരോട് ഈശോ ഒരു മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത്. കാരണം പ്രാവ് ഏറ്റവും താഴത്തിലുള്ള പാവങ്ങളുടെ കാഴ്ചവസ്തുവാണ്. അതുകൊണ്ടാണ് അവരുടെ കൂടുതൽ കരുണയോടെ ഈശോ പെരുമാറുന്നത്. ഈ 3 കൂട്ടരെയും പുറത്താക്കുന്നു. അതേപോലെ നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ അവൻ ചിതറിച്ചു. കാരണം കൊടിയ മറ്റൊരു അനീതിയാണ് നാണയമാറ്റം. ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള യഹൂദർ പെസഹ തിരുനാളിന് ദേവാലയത്തിൽ വന്നിരുന്നു. അവരുടെയൊക്കെ കൈകളിൽ അവരുടെ രാജ്യങ്ങളിലെ നാണയങ്ങളാണ് സാധാരണ ഇതിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ നാണയങ്ങളൊന്നും യഹൂദ റബ്ബിമാർ, യഹൂദ പുരോഹിതന്മാർ ദേവാലയത്തിലെ കാണിക്കയിടാൻ സമ്മതിച്ചിരുന്നില്ല. അതിന് ദേവാലയത്തിന് തന്നെ ഒരു നാണയം ഉണ്ടായിരുന്നു. ഈ നാണയം കിട്ടുമായിരുന്നു, പക്ഷെ അതിന് തത്തുല്യമായ മറ്റു നാണയങ്ങൾ കൊടുക്കണം. ഇതാണ് ശരിക്കും നാണയമാറ്റം. ഇവിടെ ശരിക്കും അനീതി. കാരണം കൊള്ളലാഭം എടുത്തുകൊണ്ടാണ് നാണയം മാറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് എല്ലാവിധത്തിലും അനീതി പെരുമാറിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ജെറുസലേം ദേവാലയം. അവിടെയാണ് ഈ ജെറുസലേം ദേവാലയത്തെ ശുദ്ധീകരിക്കാൻ ഈശോ ചാട്ട കയ്യിലെടുത്തത്. ഈ ഈശോ തന്നെയാണ് കാൽവരി യാത്രയിലുടനീളം ചാട്ടയടി ഏറ്റത്. ജെറുസലേം ദേവാലയത്തിന്റെ ബാഹ്യ ശുദ്ധീകരണത്തിന് ഈശോ ചാട്ട കയ്യിലെടുത്തു. പക്ഷേ ചാട്ടയടി അവൻ ഏറ്റു. നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും വിശുദ്ധീകരിക്കാനാണ് ഈശോ ശരീരത്തിൽ ചാട്ടയടി ഏൽക്കുവാൻ തയ്യാറായത്. ദേവാലയവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ 3 തരത്തിലുള്ള അനീതികളിൽ നിന്നാണ് ഈശോ ദേവാലയത്തിൽ ശുദ്ധീകരിച്ചത്. ഒന്നാമത്, ദേവാലയത്തിൽ ഒരു വലിയ കപടത നടമാടിയിരുന്നു. പുറമേ കാണുന്ന ഒന്നും ആയിരുന്നില്ല ദേവാലയത്തിന്റെ ഉള്ളിൽ നടന്നിരുന്നത്. രണ്ടാമത്തെ അനീതി, മനുഷ്യരെ പല തട്ടുകളായി ചിത്രീകരിച്ചിരുന്നു. പല തട്ടുകളായി മനുഷ്യരോടുള്ള പെരുമാറ്റ രീതി ഉണ്ടായിരുന്നു. മൂന്നാമതായി, ദേവാലയം വാണിജ്യവൽക്കരിക്കപ്പെട്ടു. ഈ 3 കാര്യങ്ങൾക്കുമെതിരെയാണ് ഈശോ ചമ്മട്ടി എടുത്തത്. ഇതുപോലെ നമുക്കും ഒരു ആത്മശോധന ചെയ്യാം. നമ്മുടെ ശരീരമാകുന്ന ദേവാലയം ഈ 3 കാര്യങ്ങൾ, അതായത് ഒന്നാമത്തെ കാര്യം, കപടത എൻ്റെ മനസ്സിലുണ്ടോ, എൻ്റെ ഹൃദയത്തിലുണ്ടോ, എൻ്റെ ശരീരത്തിലുണ്ടോ? പുറമേ കാണുന്നതും അകത്തുള്ള ഞാനും രണ്ടാണോ? നമുക്ക് ആത്മശോധനയ്ക്ക് വിധേയമാക്കാം. രണ്ടാമത്തെ കാര്യം, എൻ്റെ സഹോദരങ്ങളോട്, ദൈവത്തിൻ്റെ മക്കളോട്
ഞാനിങ്ങനെ വേർതിരിവ് കാണിക്കുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, എൻ്റെ ജീവിതം ഇങ്ങനെ ദൈവഭക്തി പോലും, ദൈവത്തോടുള്ള ബന്ധം പോലും ഒരു വാണിജ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ 3 കാര്യങ്ങളെ പറ്റി നമുക്ക് വിചിന്തനം ചെയ്യാം. നമുക്കും ഈശോയുടെ ആഗ്രഹം പോലെ നല്ല ആലയങ്ങളായി മാറാം. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ.